നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചു അത് വേണോ എന്നുള്ളത്. പക്ഷേ ചെറുതായെങ്കിലും റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ഒരു സംഭവമായതുകൊണ്ടാണ് ഞാനത് എടുത്തത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ പലപ്പോഴും ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ കാർ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പള്ളികളുടെയും അമ്പലങ്ങളുടെയും ഒക്കെ മുന്നിലൂടെ പോകാറുണ്ട്. അപ്പോൾ ചില പ്രധാനപ്പെട്ട അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട്. അവിടെ കോയിൻസ് എറിഞ്ഞു കൊടുക്കുന്ന ഒരു ശീലമാണ്. ആ ഒരു രീതി എത്രത്തോളം ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ ഡേഞ്ചറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ വളരെ സ്പീഡിൽ ഓടുന്ന ഒരു വാഹനത്തിൽ നിന്ന് ഒരു 5 രൂപ കോയിൻ അല്ലെങ്കിൽ 10 രൂപ കോയിൻ അല്ലെങ്കിൽ ഈവൻ ഒരു 1 2 രൂപ കോയിൻ എടുത്ത് എറിയുമ്പോൾ അതിൻ്റെ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്തോ അല്ലെങ്കിൽ അതുവഴി പോകുന്ന വാഹനങ്ങളുടെ ചില്ലിലോ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആരും ചിന്തിക്കാതെയാണ് എടുത്ത് ഇങ്ങനെ എറിയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, എന്തിനാണ് ഇങ്ങനെ ദൈവത്തിന് കാശ് എറിയുന്നത് എന്ന് ഇത്ര ആലോചിച്ച് മനസ്സിലാവുന്നില്ല. നമുക്ക് തന്നെ ഒരാൾ കാശ് എറിഞ്ഞു തന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മുടെ നിന്ന് വാങ്ങിച്ചിട്ട് കാശ് എറിഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുപോലെ നമ്മളെല്ലാം നിയന്ത്രിക്കുന്നു എന്ന് പറയപ്പെടുന്ന ദൈവത്തിന് ഇതുപോലെ കാശറിഞ്ഞ് കൊടുക്കുന്നതിനാണ് എന്നുള്ളത് ഒരു വാല്യുബിളായിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചിന്തിക്കുക. ഇങ്ങനെ കാശ് എറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞാൻ പലപ്പോഴും ഹൈവേയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഇതിനു വേണ്ടി പല പള്ളികളിലോ അമ്പലങ്ങളിലോ ആളെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ എറിയുന്ന പൈസ എടുത്ത് ആ കാണിക്കയിലിടാനായിട്ട് ആൾക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ എത്രത്തോളം ആൾക്കാർ എറിയുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ദയവ് സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ആരുടെയും റിലീജിയസ് പ്രാക്ടീസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് വളരെ മോശമായി കാണിക്കുന്നതൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ പൈസ എറിയുന്നതിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് വിയോജിപ്പാണ്. നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി കാശിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതാണ് സത്യം പറഞ്ഞാൽ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു കാര്യം. അല്ലാതെ ഇങ്ങനെ നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മറ്റൊരു വശം സുരക്ഷയും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി സൂക്ഷിക്കുക. അവരുടെ വരുമാനം, പള്ളികളുടെ അമ്പലങ്ങളുടെയൊക്കെ വരുമാനമാണ് ഇത്. എന്നിരുന്നാലും നമ്മൾ സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം. എല്ലാവരും ഈ ഒരു വീഡിയോ നല്ല അർത്ഥത്തിലെടുക്കുമെന്ന് കരുതുന്നു. കാരണം ഇത് പ്രത്യേകം പറയേണ്ടതാണ്.